ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമുക്ക് നാളെ എന്താണ് ഓണം എക്സാം, ഇംഗ്ലീഷിൻ്റെ എക്സാമാണ്, ഫസ്റ്റ് ടേം എക്സാമാണ്. അപ്പോൾ അതിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 1. In the story, the little train, the toys and dolls are worried because the train stops. Prepare a conversation between the toy clown and the little blue engine when they meet. അപ്പോൾ എന്താണ് ഈ ലിറ്റിൽ ട്രെയിനിൽ നിന്നപ്പോൾ അതിലുള്ള ഡോൾസൊക്കെ ആകെ വെറീഡായി, ആകെ അവർക്ക് പരിഭ്രാന്തിയായി. അപ്പോൾ ഈ ടോയ് ക്ലൗണും അതുപോലെ ലിറ്റിൽ ബ്ലൂ എൻജിനും തമ്മിലുള്ള ഒരു കോൺവേഴ്സേഷൻ തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ടോയ് ക്ലൗൺ, വാട്ട് ഈസ് ദ മാറ്റർ? അപ്പോൾ ലിറ്റിൽ ബ്ലൂ എൻജിൻ പറയുന്നുണ്ട്, ദ ട്രെയിൻ ഹാസ് സ്റ്റോപ്ഡ് ആൻഡ് കനോട്ട് മൂവ്. എന്താണ്, ട്രെയിൻ സ്റ്റോപ്പായി, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ്. ടോയ് ക്ലൗൺ, ക്യാൻ യു ഹെൽപ്പ് us pull the train? ഞങ്ങളെ സഹായിക്കുക, ട്രെയിൻ പുള്ളി ചെയ്യാൻ സഹായിക്കുക എന്നാണ്. അപ്പോൾ ലിറ്റിൽ ബ്ലൂ എൻജിൻ, ഐ വിൽ ട്രൈ ദോ ഐ ആം നോട്ട് വെരി ബിഗ്. അപ്പോൾ എന്താണ്, ഞാൻ ട്രൈ ചെയ്യാം, പക്ഷെ ഞാൻ അത്ര വലുതൊന്നല്ല. അപ്പോൾ ടോയ് ക്ലൗൺ പറയാണ്, വി വുഡ് ബി ഗ്രേറ്റ്ഫുൾ ഇഫ് യു കുഡ് ഹെൽപ്പ്. അപ്പോൾ എന്താണ്, നിങ്ങൾ ഞങ്ങളെ സഹായിച്ചാൽ ഞങ്ങൾക്ക് നല്ല നന്ദി ഉണ്ടായിരിക്കും എന്ന് പറയാണ്. ലിറ്റിൽ ബ്ലൂ എൻജിൻ, ഐ തിങ്ക് ആൻഡ് ഐ ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് ചെയ്യാൻ പറ്റും എന്നാണ്. ടോയ് ക്ലൗൺ, താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപ്പിംഗ് അസ്. ഞങ്ങളെ സഹായിച്ചതിന് ഒരുപാട് നന്ദി. ഓക്കെ, ഇനി അടുത്തത് എന്താ? ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഈ ആക്ടിവിറ്റി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി 2 എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർ ഈ ആക്ടിവിറ്റി നോക്കിയിട്ട് വേണം പോവാനായിട്ട്. എന്താ, ചെസ്റ്റർ റക്കൂൺ ഡസൻ വാണ്ട് ടു ഗോ ടു സ്കൂൾ. അപ്പോൾ എന്താണ്, ചെസ്റ്റർ റക്കൂന് സ്കൂളിലേക്ക് പോകണ്ട. ഹിസ് മദർ കമ്പൽസ് ഹിം. അപ്പോൾ ഇവൻ്റെ അമ്മ എന്താണെങ്കിലോ ഇവനോട് പോവാൻ പറയാണ്. റൈറ്റ് എ കോൺവേഴ്സേഷൻ ബിറ്റ്വീൻ ചെസ്റ്റർ റക്കൂൺ ആൻഡ് ഹിസ് മദർ. അപ്പോൾ എന്താണ്, ചെസ്റ്റർ റക്കൂണും മദറും തമ്മിലുള്ള ഒരു കോൺവേഴ്സേഷൻ തയ്യാറാക്കാം. മദർ, വൈ ആർ യു സേയിങ് ദാറ്റ്? അപ്പോൾ നീ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചെസ്റ്റർ, ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു, ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. അപ്പോൾ എന്താണ്, എനിക്ക് അമ്മയുടെ കൂടെ വീട്ടിലിരിക്കണം, മാത്രമല്ല എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുകയൊക്കെ വേണം എന്ന് ചെസ്റ്റർ പറയുകയാണ്. മദർ, യു വിൽ ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഫ്രം യുവർ സ്കൂൾ. അപ്പോൾ എന്താണ്, നിനക്ക് പുതിയ ഫ്രണ്ട്സിനെ നിൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടുമെന്ന് അമ്മ പറയുന്നുണ്ട്. നോ, ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്, പ്ലീസ് മേ ഐ സ്റ്റേ വിത്ത് യു. അപ്പോൾ എന്താണ്, എനിക്കെൻ്റെ ടോയ്സൊക്കെ വെച്ച് കളിക്കണം, ഞാൻ ഇവിടെ നിന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, മദർ, നോ യു കാണ്ട്, ഇഫ് യു ആർ സ്റ്റേയിങ് ഹിയർ ഹൗ ക്യാൻ യു സ്റ്റഡി. അപ്പോൾ എന്താണ്, നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, നീ ഇവിടെ നിന്ന് എങ്ങനെയാണ് നീ പഠിക്കുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചെസ്റ്റർ, ഐ വിൽ സ്റ്റഡി ഫ്രം മൈ ബുക്സ് നോ മാറ്റർ വാട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അപ്പോൾ എന്താണ്, ഞാൻ ഇവിടെ എൻ്റെ ബുക്കൊക്കെ വെച്ചിട്ട് സ്കൂളിൽ പോണ പോലെ തന്നെ പഠിച്ചോളാം എന്നൊക്കെ പറയാണ്. അപ്പോൾ മദർ, സംടൈംസ് യു ഹാവ് ടു ഡു തിങ്സ് ദാറ്റ് യു ഡോണ്ട് വാണ്ട് ടു ഡു. അപ്പോൾ ഇതെന്താണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ലൈനാണ്. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരുമെന്ന് അമ്മ ചെസ്റ്ററിനോട് പറയാണ്. ബട്ട് ഐ ആം ഷുവർ യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. അപ്പോൾ എന്താണ്, എനിക്ക് ഷുവറാണ്, ഒരു ദിവസം നീ തുടങ്ങിക്കഴിഞ്ഞാൽ എന്നേലും ഒരു ദിവസം നിനക്ക് സ്കൂളൊക്കെ ഇഷ്ടമാവുമെന്ന് അമ്മ പറയാണ്. ഐ ആം അഫ്രൈഡ് ടു ലീവ് ഹോം വിത്തൗട്ട് യു മദർ. അപ്പോൾ എന്താണ്, എനിക്ക് അമ്മ ഇല്ലാണ്ട് വീട്ടിൽ നിന്ന് പോകാൻ പേടിയാണ് അമ്മ എന്ന് പറയാണ്. മദർ, വെൽ ലെറ്റ് മീ ടെൽ യു എ സീക്രറ്റ് ദാറ്റ് ക്യാൻ മേക്ക് യു ഓവർകം യുവർ ഫിയർ. അപ്പോൾ പേടിക്കേണ്ട, ഈ പേടി മാറ്റാനായിട്ട് നിനക്ക് ഞാനൊരു സീക്രറ്റ് പറഞ്ഞു തരാമെന്ന് അമ്മ പറയാണ്. അങ്ങനെ ആ കോൺവേഴ്സേഷൻ അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ കോൺവേഴ്സേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൂട്ടുകാർ ഇത് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം.
Activity 3. Activity 3 എന്താ? You might have experienced the rain in different ways. Write your experience below. അപ്പോൾ എന്താണ് നമുക്ക് റെയിൻ ഇൻ സമ്മർ എന്ന് പറയുന്ന ഒരു പോം നമുക്ക് പഠിക്കാനുണ്ടല്ലേ. അപ്പോൾ അതിൽ റെയിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരുടെ ഏതെങ്കിലും ഒരു റെയിൻ എക്സ്പീരിയൻസ് എഴുതാം. നമുക്ക് വായിച്ച് നോക്കാം. One day I forgot to take my umbrella to school. അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ സ്കൂളിലേക്ക് അംബ്രല്ല കൊണ്ടുപോകാൻ മറന്നു. On my way there it started to rain heavily. അപ്പോൾ എന്താണ് ഞാൻ പോയോണ്ടിരിക്കുമ്പോൾ നന്നായി മഴ പെയ്യാനായിട്ട് തുടങ്ങി. I got completely drenched and by the time I reached school I was soaked through. അപ്പോൾ എന്താണ് ഞാൻ ആകെ നനഞ്ഞു. ഞാൻ ക്ലാസ്സിലെത്തുമ്പോഴത്തേനും എൻ്റെ ഡ്രസ്സൊക്കെ ആകെ നനഞ്ഞു. Sitting in class was uncomfortable because my clothes were wet and I felt cold and miserable. അപ്പോൾ എന്താണ് എനിക്ക് ഈ നനഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ക്ലാസ്സിൽ ഇരിക്കുന്നത് ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു. നമുക്ക് നനഞ്ഞ ഡ്രസ്സ് ഇട്ടാൽ ഉണ്ടാവൂലേ, അതുപോലെ. അപ്പോൾ എനിക്ക് നന്നായി തണുക്കൊന്നും ചെയ്യുന്നുണ്ട്. ഇറ്റ് വാസ് ഹാർഡ് ടു കോൺസെൻട്രേറ്റ് ആൻഡ് ഓൾ ഐ കുഡ് തിങ്ക് അബൌട്ട് വാസ് ഗെറ്റിംഗ് ഡ്രൈ. അപ്പോൾ ഈ നനഞ്ഞ ഡ്രസ്സൊക്കെ വെച്ചിട്ട് ക്ലാസ്സിലിരിക്കുക എന്ന് പറഞ്ഞത് അൺകംഫർട്ടബിൾ ആണ്. മാത്രമല്ല എനിക്ക് കോൺസെൻട്രേറ്റ് ആക്കാനൊന്നും പറ്റും ചെയ്തില്ല. അപ്പോൾ ഞാൻ ആ സമയത്ത് ചിന്തിച്ചിരുന്നതൊക്കെ എന്തായിരുന്നു, എങ്ങനെയെങ്കിലും ഈ ഡ്രസ്സ് ഒന്ന് ഉണങ്ങിയെങ്കിൽ എന്നായിരുന്നു. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ് റെയിൻ എക്സ്പീരിയൻസിൻ്റെ. അപ്പോൾ ഇതുപോലെ കൂട്ടുകാർക്കുള്ള എക്സ്പീരിയൻസ് വേണം എഴുതാനായിട്ട്. ഓക്കെ, ഇനി എന്താ നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആണ്. ഇമാജിൻ യു ആർ Chester ഫ്രം ദ കിസ്സിംഗ് ഹാൻഡ്. റൈറ്റ് എ ലെറ്റർ ടു ഫ്രണ്ട് ഡിസ്ക്രൈബിങ് യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ ആൻഡ് ഹൗ യുവർ മദർ സീക്രറ്റ് ഹെൽപ്ഡ് യു ഫീൽ ബെറ്റർ. അപ്പോൾ എന്താണ് നമ്മളാണ് ചെസ്റ്റർ റക്കൂൺ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആദ്യത്തെ ദിവസം സ്കൂളിൽ പോയി എക്സ്പീരിയൻസ് ഒക്കെ നമ്മളുടെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞ ആ സീക്രട്ട് മെസ്സേജും ഒക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്റർ പ്രിപ്പയർ ചെയ്യണം. അപ്പം നമുക്ക് നോക്കി നോക്കാം. ഡിയർ ഫ്രണ്ട്, ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. അപ്പോൾ ആദ്യം നീ സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഐ വാണ്ട് ടു ഷെയർ മൈ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ വിത്ത് യു. അപ്പോൾ എനിക്ക് ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിൽ നിന്നോട് പറയണം. ഐ വാസ് വെരി നെർവസ് ആൻഡ് ഡിഡൻറ്റ് വാണ്ട് ടു ലീവ് മൈ ഹോം. അപ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു. മാത്രമല്ല എനിക്ക് എൻ്റെ അമ്മയെ വിട്ട് പോവാൻ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ്. ബട്ട് ഷീ ഷെയർ എ സ്പെഷ്യൽ സീക്രറ്റ് വിത്ത് മീ കോൾഡ് ദ കിസ്സിംഗ് ഹാൻഡ്. പക്ഷേ എൻ്റെ അമ്മ എന്നോട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സീക്രറ്റ് എനിക്ക് പറഞ്ഞു തന്നു. അതിൻ്റെ പേരാണ് കിസ്സിംഗ് ഹാൻഡ്. ഷീ കിസ്ഡ് മൈ പാം ആൻഡ് ടോൾഡ് മീ ദാറ്റ് വെനെവർ ഐ ഫീൽ ലോൺലി ഐ ക്യാൻ പ്രസ് മൈ ഹാൻഡ് ടു മൈ ചീക്ക് ആൻഡ് ഐ വിൽ ഫീൽ ഹെർ ലവ്. അപ്പോൾ എപ്പോഴെങ്കിലും നീ അമ്മ എൻ്റെ കയ്യിൽ കിസ് ചെയ്തിട്ട് പറഞ്ഞു, എപ്പോഴെങ്കിലും നീ ഒറ്റയ്ക്കാവാന്ന് തോന്നുകയാണെങ്കിൽ ഇത് ചീക്കിന് നേരെ പ്രസ് ചെയ്താൽ നിനക്ക് എൻ്റെ ഒരു സ്നേഹം, ഒരു ലവ്, ഒരു അഫെക്ഷൻ നിനക്ക് തോന്നുമെന്ന് പറഞ്ഞു. ദിസ് മെയ്ഡ് മീ ഫീൽ മച്ച് ബെറ്റർ. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ഒന്നും കൂടി നന്നായിട്ട് തോന്നി. ആൻഡ് ഐ വാസ് ഏബിൾ ടു എൻജോയ് മൈ ഡേ അറ്റ് സ്കൂൾ. എന്നിട്ട് എനിക്ക് എൻ്റെ ഡേ സ്കൂളിൽ എൻജോയ് ചെയ്യാൻ പറ്റൂ. ഐ ഈവൻ മെയ്ഡ് ന്യൂ ഫ്രണ്ട്സ്. മാത്രമല്ല ഞാൻ പുതിയ ഫ്രണ്ട്സിനെ വരെ ഉണ്ടാക്കി. യു ആർ ട്രൂലി ചെസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഈ ലെറ്റർ അവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ലെറ്റർ എഴുതുമ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം, ലെറ്റർ എഴുതുമ്പോൾ ഒരു പേജിൽ തന്നെ തുടങ്ങാം. മുറിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പേജിൽ നമ്മൾ എഴുതി അടിയിൽ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവിടുന്ന് ലെറ്റർ എഴുതി തുടങ്ങാണ്ട് അപ്പുറത്തെ പേജിൽ വേണം ലെറ്റർ എഴുതി തുടങ്ങാനായിട്ട്. പിന്നെ ലെറ്റർ എഴുതുമ്പോൾ എപ്പോഴും ഒരു ബോക്സ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് വേണം എഴുതാൻ. മുറിച്ച് എഴുതാണ്ട് ഒറ്റ പേജിലാക്കിയിട്ട് വേണം ലെറ്റർ എഴുതാൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ആ പാറ്റേൺ പോലൊക്കെ തന്നെയാവും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.